വെൽക്കം ടു ദി ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ടിയാഗോ ഫോർട്ടയുടെ പാരാ മെത്തേഡിനെ പറ്റി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പ്രാക്ടിക്കലി നോഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട് ടേക്കിംഗ് ടൂൾസിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന നോഷൻ തന്നെയാണ്, ബിക്കോസ് നമ്മൾ നോഷൻ സീരീസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് പാരയിൽ എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യാം. പാരാ മെത്തേഡ് കണ്ടിട്ടില്ല, ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് ചെക്ക് ചെയ്യുക. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോജക്റ്റ്, ഏരിയ, റിസോഴ്സ് ആർക്കൈവ്, അങ്ങനെ 4 ഡേറ്റാബേസ് നമുക്ക് നോഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കണം. ഇത് മാത്രമല്ല, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ട് ആപ്ലിക്കേഷനിൽ എങ്ങനെ പാര ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ നോഷനാണ് വൺ ഓഫ് ദി ഗുഡ് വേ ടു ഇംപ്ലിമെൻ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഫസ്റ്റ് ഡേറ്റാബേസ് ഉണ്ടാക്കുന്നു. ഡേറ്റാബേസ് നമ്മൾ ഇത് ഓവർ ദ പീരീഡ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ് പ്ലാൻ. പ്രോജക്റ്റ്, ഒരു ഐക്കൺ, ഞാനൊരു എക്സാമ്പിൾ ഇത് എഴുതുകയാണ്. ഷൂട്ട് പാരാ വീഡിയോ, ടാക്സ് ഡിലീറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പ്രോജക്റ്റിന് അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റ് തന്നെയാണ്. ചിലരിവിടെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ എഴുതും. ഞാനാണെങ്കിൽ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എൻഡ് ഡേറ്റ് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് കൊടുക്കാം എന്നുള്ളതാണ്. പിന്നത്തേന്ന് പറയുന്നത് സ്റ്റാറ്റസ്. എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട് സ്റ്റാർട്ടഡ്, ഇൻ പ്രോഗ്രസ്, ഡൺ, ദാറ്റ് ഈസ് ഇനഫ് ഐ ഗെസ്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓവർ ദ പീരീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് പ്രയോറിറ്റിയാണ്. ഇതിന് വേണ്ടിയിട്ട് സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്നു. ആഡ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ലോ, മീഡിയം, ദെൻ ഹൈ. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കളർ ഓർഡർ കാണാം. നമുക്ക് വേണമെങ്കിൽ ഓർഡർ ഒന്ന് തിരിച്ചിടാം. ഹൈക്കാണെങ്കിൽ റെഡ് കളർ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതപ്പം പ്രോജക്റ്റിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞു. ഒരു പോർഷനാണ് കഴിഞ്ഞത്, ഇത് കംപ്ലീറ്റ് ആയെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കാണെങ്കിൽ ഓരോന്നും ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിനെ വീണ്ടും എൻട്രി ചെയ്ത് കൊടുക്കാം. കൂടുതൽ പ്രോപ്പർട്ടീസിന് ആവശ്യം വരും. അങ്ങനെ നമുക്കിത് ചെയ്യാം. നമ്മൾ അത് തന്നെയാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്യുമ്പം ആദ്യം നിങ്ങൾ ഏറ്റവും മിനിമം എന്താണ് വേണ്ടത് അത് ഫിൽ ചെയ്യുക, അത് ആ പ്രോപ്പർട്ടി ആഡ് ചെയ്യുക. അതിനുശേഷം ഓവർ ദ പീരീഡ് നിങ്ങൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും പുതിയ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യണോ വേണ്ടെന്ന്. ഇപ്പോൾ എനിക്കറിയാം എന്തൊക്കെ പ്രോപ്പർട്ടീസ് അവിടെ ആഡ് ചെയ്യണമെന്ന്. ഞാനിപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും. ഇതെന്തിനാണ് ഇയാൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നത്, അങ്ങനെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും മിനിമം വെച്ചിട്ട് ഞാൻ എന്തുകൊണ്ട് ആഡ് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും ഞാൻ അത് ആഡ് ചെയ്തിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അടുത്തതെന്ന് പറയുന്നത് ഏരിയ ആണ്. ആക്ച്വലി ഇതാണ് ഏറ്റവും ആദ്യം വരേണ്ടത്. അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഇതാണ് ഒരു ലൈഫിൻ്റെ ലാർജർ ഏരിയ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യു ആസ് എ സ്റ്റുഡൻറ്റ്, ചിലപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം കാണും. അതല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ്, സ്റ്റാർട്ടപ്പ്, ഇതൊക്കെ എൻ്റെ ലൈഫിലെ മേജർ ചങ്കായിട്ട് എടുക്കുന്ന സംഭവങ്ങളാണ്. ഹെൽത്ത് ഓൾമോസ്റ്റ് പറയുന്നൊരു രീതി. ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് ചെയ്യുന്നില്ല, സ്റ്റുഡൻ്റ് വർക്ക്. നിങ്ങൾക്ക് പോകുന്നത് എനിക്ക് വർക്കാണ് ആക്ച്വലി. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഇതുണ്ട്. ഇവിടെ ഞാൻ ടാഗ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഏരിയയിൽ എന്ത് വേണമെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഏരിയ ആണെങ്കിൽ പ്രോജക്റ്റായിട്ട് റിലേറ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, പ്രോജക്റ്റ് ഒരു റിലേഷൻഷിപ്പ് ആഡ് ചെയ്യും. പ്രോജക്റ്റ് ഷൂട്ട് പാരാ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെയാണ്. സ്റ്റാർട്ടപ്പിനൊന്നും ആഡ് ചെയ്തില്ല, എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഒരു ഐക്കൺ കൊടുക്കാം. ഇത് ആക്ച്വലി ഇമോജിയാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഇമോജീസ് ആണ് ചെക്ക് ചെയ്തത്. അതാണ് കളർ വന്നത്. നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ സെലക്ട് കളർ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. എനിക്ക് തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രോജക്റ്റ് ഏരിയ. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ് ആണ്. റിസോഴ്സിന് പറ്റിയൊരു ഐക്കൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലിങ്ക് ആയിരിക്കും. കൂടുതലും വെബും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെജോറിറ്റി ആയിട്ട് ഇടാൻ പോകുന്നത്. ഫോട്ടോസ്റ്റിക്കൽ. ഇവിടെ ഞാൻ ടാഗ് ഡിലീറ്റ് ചെയ്യുന്നു. വേറെ എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം. URL പ്രോപ്പർട്ടി വേണം തോന്നുന്നു. മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഇപ്പോൾ ഇൻ്റർനെറ്റിലാണ്. അതിനൊരു ലിങ്ക് ആണ്. ഫയൽസ് ആൻഡ് മീഡിയ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് 5 GB വരെ എങ്ങാണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ പറയുന്ന ഗൂഗിൾ ഡ്രൈവ് ഫയൽസിൻ്റെ കണക്ഷൻ ഇടാമെന്നാണ്. ഞാൻ അത്രയും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ തൽക്കാലം ഫയൽസ് ആൻഡ് മീഡിയ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ഫയൽ ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് എംബഡ് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പാണ് വേണ്ടത്. ഈ റിസോഴ്സ് റിലേറ്റഡ് ടു ഏരിയ, റൈറ്റ്? അപ്പോൾ റിലേഷൻസ് ആണ് വേണ്ടത്. ഈ റിലേഷൻസ് ആണ് മറ്റു നോട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കാം. റിസോഴ്സിന് ഇനി എന്തൊക്കെ പ്രോപ്പർട്ടി വേണം? റിസോഴ്സ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ്. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് ടോപ്പിക്സ് വഴിയൊക്കെ ഒരു ടോപ്പിക്സ് ഉള്ളത് എപ്പോഴും നന്നായിരിക്കും. ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സെലക്ട് ആണ് വേണ്ടത്. സെലക്ട് അല്ലെങ്കിൽ മൾട്ടി സെലക്ട് ഈസ് ഫൈൻ ഐ ഗസ്. ഓക്കെ, നമുക്ക് സെലക്ട് ഇടാൻ തൽക്കാലം ടോപ്പിക്ക്. പിന്നെന്താ വേണ്ടത് തൽക്കാലം? ഇതിനൊരു സ്റ്റാറ്റസും കൂടി ഇടാം. ഇവിടുത്തെ സ്റ്റാറ്റസ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. നോട്ട് സ്റ്റാർട്ടഡ്, ഇൻ പ്രോഗ്രസ്, ഡൺ എന്നുള്ളതിനേക്കാൾ നല്ലത് റിവ്യൂ നടത്താൽ മതി. നോട്ട് സ്റ്റാർട്ടഡ് ടു റിവ്യൂഡ്. ഇങ്ങനെ ഇത് കുറച്ചുകൂടെ ആക്റ്റായിരിക്കും. ഏരിയ മാത്രമല്ല, പ്രോജക്റ്റ് നമുക്ക് ഇതുമായിട്ട് റിലേഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. റിലേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോജക്റ്റും ആഡ് ചെയ്യട്ടെ. പ്രോജക്റ്റ് സി, ദെൻ
പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് പാറ്റ്, ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ടൂൾസ്. റിസോഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ എൻ്റെ മിലാനോട്ടിൻ്റെ ലിങ്ക് തൽക്കാലത്തേക്ക് ഇവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആർക്കൈവും കൂടെ ഉണ്ടാക്കാം. ഡേറ്റാബേസ് ഫുൾ പേജ് ആർക്കൈവും ഉണ്ടാക്കി. ആർക്കൈവിൽ എന്തായിരിക്കും വരുന്നത്? ആർക്കൈവിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറ്റം വിച്ച് ഈസ് ഡിലീറ്റഡ് ഫ്രം അതർ ഏരിയാസിലാണ് ഞാൻ ഈ ആർക്കൈവിൽ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൈവ് എനിക്ക് തോന്നുന്നു ഒരു ഫുൾ പേജ് ഡേറ്റാബേസ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ ഇൻടു പേജ് എന്നാക്കാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ആർക്കൈവ് ഒരു പേജ് ഉണ്ടാക്കാം. ടേൺ ഇൻടു പേജ്. ഞാനിപ്പോൾ ആർക്കൈവ് പേജ് പോവുകയാണെങ്കിൽ ഐ കൻ ഗീവ് എനിത്തിങ് ബിൻ ഓർ സംതിങ്. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഡേറ്റാബേസ് അല്ലെങ്കിൽ മറ്റ് ഡേറ്റാബേസിൽ നിന്ന് നമ്മൾ ആർക്കൈവ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊണ്ടുവരാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡേറ്റാബേസ് അല്ല, ആ ഡേറ്റാബേസിൻ്റെ ഒരു സ്പെഷ്യൽ വ്യൂ മാത്രം നമുക്ക് മതി എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നത്? ലിങ്ക്ഡ് ഡേറ്റാബേസ് നമുക്ക് സെറ്റ് ചെയ്യാം. ലിങ്ക്ഡ് വ്യൂ ഓഫ് എ ഡേറ്റാബേസ്. ഇനി ഏത് ഡേറ്റാബേസ് ആണ് വേണ്ടത്? ലിങ്ക്ഡ് ഡേറ്റാബേസ് ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ ഏരിയ കൊടുക്കാം. ഏരിയ കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏരിയയിൽ നമുക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇല്ല. ആർക്കൈവ് ടിക്ക് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി അവിടെ ഇല്ല. നമ്മൾ നേരെ പോയി ആരയിൽ പോയിട്ട് എല്ലായിടത്തും പ്രോജക്റ്റിലും ഏരിയയിലും ഒരു ആർക്കൈവ് പ്രോപ്പർട്ടി നമുക്ക് കൊടുക്കണം. പ്രൊജക്റ്റിൽ ഒരു ചെക്ക് ബോക്സ് കൊടുക്കാം. ചെക്ക് ബോക്സ് പ്രൊജക്റ്റ് ആകുമ്പോൾ ഇത് കംപ്ലീറ്റഡ് എന്നുള്ളത് മതി. കംപ്ലീറ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കൈവ് ചെയ്യാൻ പറ്റും. ഇനി ഏരിയയിലാണെങ്കിൽ ഏരിയയിൽ ആർക്കൈവ് തന്നെ കാണിക്കാം. ആർക്കൈവ്. ഇനി ഞാൻ റിസോഴ്സിലേക്ക് പോവുകയാണ്. റിസോഴ്സിലും ഒരു കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ആർക്കൈവ് എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് ആഡ് ചെയ്യണം. മേ ബി റിസോഴ്സിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് റിവ്യൂഡ് ആണെങ്കിൽ ആർക്കൈവിലേക്ക് പോകാം എന്ന് പറയുന്നു. അങ്ങനെ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്യാം. ഇനി അതിന് വർക്ക് ഫ്ലോയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എസ്പെഷ്യലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആർക്കൈവ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ റിസോഴ്സിൽ ആർക്കൈവ് തന്നെ വെക്കാം. റിസോഴ്സിലും ഒരു ആർക്കൈവ് തന്നെ ഒരു പ്രോപ്പർട്ടി ചെക്ക് ബോക്സ് പ്രോപ്പർട്ടി വെക്കാം, ആർക്കൈവ് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ പാരാ മെത്തേഡിൽ ആർക്കൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലിങ്ക്ഡ് വ്യൂ ഓഫ് ഏരിയ ഉണ്ടാക്കി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ ഫിൽട്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കൈവ് ഓൺ ആണെങ്കിൽ മാത്രമേ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ആർക്കൈവ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞത് ആർക്കൈവ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഉദാഹരണം കാണിക്കുകയാണ്. ആർക്കൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ പറ്റുന്നുള്ള രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലിങ്ക്ഡ് വ്യൂ വരുന്നത്. ഇപ്പോൾ ആർക്കൈവ് ആണെങ്കിൽ ചെക്ഡ് ആണെങ്കിൽ ദാറ്റ്സ് ഫുള്ളി യൂഷ്വൽ. പിന്നെ ഏരിയ എന്ന് പറയുന്നതിൻ്റെ വ്യൂ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണിക്കുന്നത് ഗാലറി വ്യൂവിലാണ്. ഏരിയ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ചേഞ്ച് ആവാത്ത ഒരു സംഭവമാണ്. വല്ലപ്പോഴും ഒക്കെ ചേഞ്ച് ആവത്തുള്ളൂ. ഇത് സെയിം തിങ് നമുക്കാണെങ്കിൽ ആ ഏരിയയുടെ മെയിൻ ഡേറ്റാബേസിലും അപ്ലൈ ചെയ്യാം. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ വ്യൂ മാറ്റുക, ലേഔട്ട് ചേഞ്ച് ചെയ്തിട്ട് ഗാലറി ആക്കുക. നമുക്ക് ഇതിൻ്റെ കവർ ഫോട്ടോ എന്താണ്? ഇതിന് കവർ ഫോട്ടോ ഒന്നുമില്ല. യൂട്യൂബിന് ഒരു റാൻഡമായിട്ടൊരു കവർ ഫോട്ടോ ആഡ് ചെയ്യാം. ആൻഡ് സ്പ്ലാഷിൽ നിങ്ങൾക്ക് പോയിട്ട് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് എടുക്കാം. ഡിലേ വരും, എന്നാലും ഇറ്റ്സ് വൺ ടൈം പ്രോസസ്സ്. നമുക്കിപ്പം അത് എഡിറ്റ് ചെയ്ത് വെക്കാൻ എന്തെങ്കിലും വൃത്തിയായിട്ടുള്ള. ബിക്കോസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ലൈഫിൽ ചേഞ്ച് ചെയ്യത്തില്ല. വൺസ് ഇൻ എ വൈൽ മാത്രമാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർട്ടി നെയിം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ആർക്കൈവ് എന്നുള്ള പ്രോപ്പർട്ടിയും കൂടെ കാണിക്കാം. അതായത് ഇപ്പം എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ആർക്കൈവ് പെട്ടെന്ന് ആർക്കൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യൂ സെറ്റിങ്സ് ഉണ്ട്. എഡിറ്റ് വ്യൂവിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗാലറി വ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ കാർഡ് സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മീഡിയമോ സ്മോളോ ഒക്കെ ആക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് സ്മോൾ കാർഡ് സൈസ് ഇടാം. കാർഡ് പ്രിവ്യൂ എന്ന് പറയുന്നത് പേജ് കവർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇമേജ് കിട്ടും. ഇമേജ് വന്നില്ലേ, ഇത് കുറച്ചുകൂടെ വൃത്തിയല്ലേ. ഇനിയിപ്പോൾ അതുപോലെ നമുക്ക് എല്ലാത്തിലും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എന്താ ഇതിനെ റീനെയിം ചെയ്ത് ഓൾ വ്യൂ ആണ്, എല്ലാം വ്യൂ ആണ്. ഓൾ ആക്റ്റീവ് എന്ന് പറയുന്നത് ഇത്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ആർക്കൈവ് ചെയ്ത, പിന്നെ ഇത് അതിവിടെ കാണേണ്ട കാര്യമില്ല. അതിങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഫിൽട്ടർ ചെയ്യുക, ആർക്കൈവ് അൺചെക്ഡ് മാത്രമുള്ളത് നിങ്ങളിവിടെ കാണിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ ഞാൻ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസപ്പിയർ ഫ്രം ഏരിയ ആൻഡ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ ദ ആർക്കൈവ് പേജിൽ. ഉദാഹരണത്തിന് നിങ്ങളിവിടെ ആർക്കൈവിൽ പോവുകയാണെങ്കിൽ ലെറ്റ്സ് ഈ ആർക്കൈവിൽ ഏരിയാസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ കാണുന്നത്? സ്റ്റുഡൻറ്റ്സ് ആൻഡ് വർക്ക് എന്നുള്ളതാണ് കാണുന്നത്. ഇത് അവിടെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ നേരെ പോയി അവിടുന്ന് ഏതെങ്കിലും ഒരു ഏരിയയും കൂടെ ഞാൻ ആർക്കൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഏരിയ ഞാൻ ആർക്കൈവ്. ഇവിടുന്ന് പോയി ഇവിടെ നിങ്ങൾക്ക് ആ ഏരിയ ഇല്ല, നിങ്ങൾക്ക് നേരെ പോയി ആർക്കൈവിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ്. ഇവിടെ കണ്ടോ സ്റ്റാർട്ടപ്പും വന്നിട്ടുണ്ട്, സ്റ്റുഡൻറ്റും വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കൈവ് ചെയ്ത് വെക്കാം. പിന്നീട് നിങ്ങൾക്ക് ഡേറ്റ വന്നിട്ട് റിട്രൈവ്
ചെയ്യാം ആർക്കൈവിൽ. സെയിം വേ നമുക്ക് എല്ലായിടത്തും ചെയ്യണം. ഇതിപ്പം ഏരിയ എന്നാണ് ഞാൻ ഇത് കളഞ്ഞത്, ഇത് ചെയ്തത്. ഇനി പ്രോജക്റ്റാണ് നിങ്ങൾക്ക് ആർക്കൈവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറൊരു ഡേറ്റാബേസ്, ലിങ്ക്ഡ് ഡേറ്റാബേസ് ആയിട്ട് ഉണ്ടാക്കാം ഒരു ഓപ്ഷൻ. അതല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ പ്ലസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ 2 രീതിയിൽ ചെയ്തുതരാം. പ്രോജക്റ്റിൻ്റെ ആണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏരിയയും പ്രോജക്റ്റും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഐറ്റമാണ്. അപ്പം നമുക്കതിനെ ഒരു സെറ്റപ്പിൽ കാണിച്ചിട്ട് നമുക്ക് റിസോഴ്സിനെ ആണെങ്കിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. എനിക്കതിനെ ഫിൽറ്റർ ചെയ്താൽ മതി. എന്ത് അടിസ്ഥാനത്തിൽ ഫിൽറ്റർ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോജക്റ്റ് കംപ്ലീറ്റഡ് അടിസ്ഥാനത്തിൽ എനിക്ക് ഫിൽറ്റർ ചെയ്യണം. സോ ഞാൻ കംപ്ലീറ്റഡ് സെലക്ട് ചെയ്ത് ചെക്ക്ഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തത് മാത്രമായിട്ട് ഇവിടെ വരും. ഇതിന് എന്നിട്ട് റീനെയിം ചെയ്തിട്ട് പ്രോജക്റ്റ് എന്നാക്കാം. കംപ്ലീറ്റഡ് പ്രോജക്റ്റ് എന്നോ കംപ്ലീറ്റഡ് എന്നോ പ്രോജക്റ്റ് എന്ന് ആർക്കൈവ് വരുമ്പോൾ കംപ്ലീറ്റഡ് ആയി എന്നുള്ളതിൻ്റെ ഒരു മീനിങ്ങിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അടുത്തൊരു എന്ന് പറയുന്നത് റിസോഴ്സ് ആണ്. ഇവിടെ നമ്മൾ അഗെയിൻ ലിങ്ക്ഡ് ഡേറ്റാബേസ് എടുക്കുന്നു. ലിങ്ക്ഡ് വ്യൂ ഓഫ് ഡേറ്റാബേസിലോട്ട് പോകുന്നു. അവിടെ നിന്നാണെങ്കിൽ റിസോഴ്സ് സെലക്ട് ചെയ്യുന്നു. റിസോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമ്മൾ എന്നാ ചെയ്യുന്നത്, ഫിൽറ്റർ ചെയ്യുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാം? ആർക്കൈവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫിൽറ്റർ ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നു. ഇനി നമുക്കൊരു വ്യൂ വൈസ് നോക്കുകയാണെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ടേബിൾ വ്യൂവിൽ ഓക്കെ ആർക്കൈവ് ചെയ്തെടുത്ത് കിടക്കട്ടെ. നമുക്ക് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ റിസോഴ്സ് വ്യൂ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം നമുക്ക്. അതായത് ഒരു ലിസ്റ്റ് വ്യൂ ആണ് എപ്പോഴും റിസോഴ്സ് വ്യൂ ആണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം നമുക്കത് എങ്ങനെ ഇരിക്കുന്നു നോക്കാം. നമ്മുടെ ഇഷ്ടമാണ് ഏത് വ്യൂ എടുക്കുക എന്നുള്ളത് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ലിസ്റ്റ് വ്യൂ ആയിട്ട് തന്നെ ഇടാം. ലിസ്റ്റ് വ്യൂ എടുത്തിട്ട് അതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് എഡിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ പ്രോപ്പർട്ടി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ടോപ്പിക് ഇതുമാണ്. നമുക്ക് URL കൂടെ ആഡ് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് പോകാമല്ലോ. നമുക്ക് URL ദെൻ സ്റ്റാറ്റസ്, തോന്നുന്നു ഇത്രയും മതിയാവും. URL സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഏതാണെന്ന് മനസ്സിലാവും. പക്ഷേ നമുക്കിതിന് വേണമെങ്കിൽ ഓൾ എന്നുള്ളൊരു വ്യൂ ആക്കിയിട്ട് സെയിം വ്യൂ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വ്യൂ ഇവിടെ ഇതെടുത്തതിന് ശേഷം ഇതിനെ ഫിൽറ്റർ ചെയ്തിട്ട് ബി റിവ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഇത് ചെയ്യാൻ പറ്റും, റിവ്യൂ. സോ നമുക്കാണെങ്കിൽ റീനെയിം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ടു റിവ്യൂ നമുക്ക് വരും. അതായത് ഇതെന്ന് പറയുന്നത് ഓൾ ആണ്, റിമൈനിങ് ഉള്ളത് ഓൾ. ടിയാഗോ ഫോർട്ടയുടെ ഒരു ഇതുണ്ട്. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഇത് റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ റിവ്യൂവിൻ്റെ ഓപ്ഷനിൽ വന്ന് കിടക്കും. റിവ്യൂ ചെയ്യാത്തതെല്ലാം ഇവിടെ വരണം. അപ്പോൾ ഇത് ഓളാണ് കിടക്കുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ ഉണ്ടാക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് നോട്ട് സ്റ്റാർട്ടഡ് മാത്രം ചെയ്യാം. നോട്ട് റിവ്യൂഡ് ആകുമ്പോഴത്തേക്ക് ഫിൽറ്റർ ചെയ്യുന്ന സ്റ്റാറ്റസിലെടുത്തിട്ട് നോട്ട് റിവ്യൂഡ് ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോട്ട് റിവ്യൂഡ്, റിവ്യൂ, ഓൾ, അങ്ങനെ 3 വ്യൂ ആണെങ്കിൽ റിസോഴ്സിൽ വന്ന് ഇതിനനുസരിച്ച് നമുക്ക് എത്ര ഡേറ്റ വേണമെങ്കിലും കയറ്റുകയോ നമുക്ക് ലിസ്റ്റായിട്ട് കാണുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് റിസോഴ്സിന് ഏറ്റവും പറ്റിയൊരു വ്യൂ എന്ന് പറയുന്നത്. സെയിം വേ നമുക്ക് ഏരിയയ്ക്ക് വ്യൂ ഉണ്ടാക്കി, അതുപോലെ നമ്മൾ പ്രോജക്റ്റ് ഉണ്ടാക്കി. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് ആണ്. നമുക്ക് പ്രോജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ പ്രോജക്റ്റ് ആഡ് ചെയ്യുക, ഇതിനകത്ത് വന്ന് പ്രോജക്റ്റ് ആഡ് ചെയ്യുക. അതിനനുസരിച്ചിട്ടാണെങ്കിൽ ആർക്കൈവ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏരിയ വൈസും ട്രാക്ക് ചെയ്യാൻ പറ്റും. ഏരിയ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഏരിയ കഴിഞ്ഞിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. സോ ഈ ഒരു വ്യൂ കുറച്ചുകൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിന് വരും ദിനങ്ങളിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആക്കാം. വർക്ക് ഫ്ലോ അനുസരിച്ചിട്ട് സെറ്റ് ആക്കാം. എന്നിട്ട് ഡാഷ്ബോർഡും കൊടുക്കാം. അതിനായിട്ട് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഓക്കെ, ഇഫ് യു ലൈക്ക്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.